ചലഞ്ച് കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ ആദ്യം അനീഷിനോട് സംസാരിക്കും. കാരണം അനീഷ് അവിടെ അനീഷിന്റെ ഒരു ഇത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് പറയുന്ന എല്ലാ ടാസ്കിലും ഒരു ലൂപ്പ് ഉണ്ട്. അത് ശ്രദ്ധിച്ചു കേട്ടാൽ മനസ്സിലാവും. അത് അവിടെ അങ്ങനെ ശ്രദ്ധിക്കുന്നത് ആരാണ്? അനീഷ് മാത്രമാണ്. പ്രത്യേകിച്ച് മറ്റേ നമ്മുടെ മുടി വെട്ടുന്ന ടാസ്ക് വന്നപ്പോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് മിണ്ടരുന്ന് പറഞ്ഞപ്പോ എല്ലാവരും അഗെയിൻസ്റ്റ് ആയി നിന്നു. സത്യത്തിൽ ആ ടാസ്ക് അങ്ങനെ തന്നെയാണോ സംഘാടകർ ഉദ്ദേശിച്ചത്, അതോ ഇത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് മിണ്ടരുത്, അതിൻ്റെ ഇടയ്ക്ക് ബിഗ് ബോസ് പറയുന്നുണ്ട് ടാസ്ക് തുടങ്ങിയിട്ടില്ല സംസാരിക്കുന്നുണ്ട്, അപ്പോഴും മിണ്ടുന്നില്ല. ഇത് പുറത്തു വന്നപ്പോൾ അനീഷാണ് ശരിക്കും കളിച്ചത് എന്നുള്ള അഭിപ്രായം വന്നു കഴിഞ്ഞപ്പോൾ സംഘാടകർ മാറ്റിയതാണോ? അത് അല്ലല്ല, അത് എന്താണെന്നറിയാമോ, അനീഷയുടെ ബ്രില്യൻ ഗെയിമാണ് കളിച്ചത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിണ്ടരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ അതെന്താണെന്നറിയോ അങ്ങനെ പറയാൻ കാരണം ഇത്തവണത്തെ സീസണിൽ ബിഗ് ബോസ് ഇരിക്കാൻ പറഞ്ഞാൽ നിൽക്കണം, അങ്ങനെ ഒരു സ്ട്രാറ്റജി. ഉദാഹരണം ആര് ക്യാപ്റ്റൻ ആക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ രണ്ടാമത് മുടിവെട്ടിന്റെ കാര്യം അത് അവർ തുറന്നു പോലും നോക്കിയില്ല. നിങ്ങളുടെ മുടി മൊട്ടയടിക്കാൻ ഞാൻ പറയുമെന്നുള്ളൊരു ചോദ്യമാണ് വന്നത്. അപ്പൊ അനീഷിന് അവിടെ ബിഗ് ബോസിന് വിശ്വാസമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആളവിടെ മിണ്ടാണ്ടിരുന്നത്. അത് ബ്രില്യൻ ഗെയിം തന്നെയാണ്. അത് തിരിച്ചും മറിച്ചും ചോദിച്ചതാ. അതേപോലെ തന്നെ നമ്മുടെ ഫാമിലി റൗണ്ട് വരുമ്പോ ആരെ ഔട്ടാക്കണം അതും ചോദിച്ചില്ല.